So, good afternoon all. I am Sreehari from AIIMS Nagpur. So, ഇത് നമ്മുടെ തെർമോഡൈനാമിക്സിന്റെ പാർട്ട് 2 ഡിസ്കഷൻ ആണ്. തെർമോഡൈനാമിക്സിലെ പാർട്ട് 2. ഓക്കെ, തെർമോഡൈനാമിക്സ് പാർട്ട് 2 ഡിസ്കഷൻ ആണ്. ഓക്കെ, നമ്മൾ പാർട്ട് 1 ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, നമ്മുടെ പാർട്ട് 1 അവിടെ ഡിസ്കസ് ചെയ്തതാണ്. അതായത് നമ്മുടെ തെർമൽ കണ്ടക്ടിവിറ്റി, അതുപോലെ തെർമൽ റെസിസ്റ്റൻസ്, അതുപോലെ കണ്ടക്ഷൻ, കൺവെക്ഷൻ, ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. അവിടെ നമ്മൾ കുറച്ച് ടേംസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ കുറച്ച് ടേംസ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? സോ നമുക്ക് നോക്കാം നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. സീറോത്ത് ലോ നോക്കുന്നുണ്ട്. സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, തെർമോഡൈനാമിക്സിന്റെ സീറോത്ത് ലോ നോക്കുന്നുണ്ട്. അതുപോലെ ഹീറ്റ് എന്താണ്, വർക്ക് എന്താണ്, ഇന്റേണൽ എനർജി എന്താണ്, അതുപോലെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താണ് പറയുന്നത്, സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താണ് പറയുന്നത്, റിവേഴ്സിബിൾ എന്താണ്, റിവേഴ്സിബിൾ പ്രോസസ് എന്താണ്, ഇറിവേഴ്സിബിൾ പ്രോസസ് എന്താണ്, ഹീറ്റ് എഞ്ചിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, കാർനോട്ട് എഞ്ചിൻ എന്താണ്, ഒരു റെഫ്രിജറേറ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് നമ്മൾ ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യും. ഓക്കെ ആണല്ലോ? സോ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ? സോ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് തന്നെ തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പത്തെ ക്ലാസ് പറഞ്ഞ പോലെ തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഡീൽസ് വിത്ത് സ്റ്റഡി ഓഫ് ടെമ്പറേച്ചർ, ഹീറ്റ്, അതുപോലെ ഇന്റർ കൺവേർഷൻ ഓഫ് ഹീറ്റ് ഇൻ ടു വേരിയസ് ഫോംസ്, ഇന്റർ കൺവേർഷൻ ഓഫ് ഹീറ്റ് ഇൻ ടു വേരിയസ് ഫോംസ്, ഇന്റർ കൺവേർഷൻ ഓഫ് ഹീറ്റ് into various forms. ഇത്രയും കാര്യങ്ങളെ കുറിച്ചാണ് ഈ ടെമ്പറേച്ചർ എന്താണെന്നോ, ഹീറ്റ് ടെമ്പറേച്ചർ എന്താണ്, ഹീറ്റ് എന്താണ്, ഇന്റർ കൺവേർഷൻ ഓഫ് ഹീറ്റ് ഇൻ ടു വേരിയസ് ഫോംസ്, ഇത്രയും കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഫിസിക്സിന്റെ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ആണ് തെർമോഡൈനാമിക്സ്. ഓക്കെ ആണല്ലോ? സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത് ഫസ്റ്റ് നമുക്കറിയണം എന്താണ് ഒരു തെർമൽ ഇക്വിലിബ്രിയം. തെർമൽ ഇക്വിലിബ്രിയം എന്താണെന്ന് അറിയണം. തെർമൽ ഇക്വിലിബ്രിയം ഈ രണ്ട് തെർമൽ ഇക്വിലിബ്രിയം രണ്ട് സിസ്റ്റംസ്, ഇതാണ് എ എന്ന സിസ്റ്റം, ഇതാണ് ബി എന്ന സിസ്റ്റം. ഓക്കെ, ഇതാണ് എ എന്ന സിസ്റ്റം, ഇതാണ് ബി എന്ന സിസ്റ്റം. ഓക്കെ ആണല്ലോ? ഇവ രണ്ടും തെർമൽ ഇക്വിലിബ്രിയത്തിൽ ആണെങ്കിൽ T1 ആണ് ഇത്, അല്ലെങ്കിൽ TA ആണ് ഇത്, TB ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ TA ഈസ് ഈക്വൽ ടു TB. തെർമൽ ഇക്വിലിബ്രിയത്തിലാകുമ്പോൾ ടെമ്പറേച്ചർ ഈക്വൽ ആയിരിക്കും. ആസ് പെർ സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത് പ്രകാരം സീറോത്ത് ലോ ഓഫ് എന്താണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത് സപ്പോസ് ഇതാണ് സിസ്റ്റം എ, ഇതാണ് സിസ്റ്റം ബി, ഇതാണ് സി. എയും സിയും തെർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ, അതുപോലെ ബിയും സിയും തെർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ എയും ബിയും തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും. രണ്ട് സിസ്റ്റം മൂന്നാമത് സിസ്റ്റവുമായിട്ട് തെർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ആ രണ്ട് സിസ്റ്റംസും തമ്മിലും തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും എന്നതാണ് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്. സിമ്പിൾ ആണല്ലോ? സിമ്പിൾ. ഓക്കെ, ഫൈൻ. സോ TA, TB, TC ഈക്വൽ ആയിരിക്കും. ഓക്കെ ആണല്ലോ? സോ നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഹീറ്റ് എന്താ നമുക്കറിയാം. ഓക്കെ, അതിന് മുമ്പ് കുറച്ച് തെർമോഡൈനാമിക്സ് വേരിയബിൾസിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. തെർമോഡൈനാമിക്സ് വേരിയബിൾസിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം. തെർമോഡൈനാമിക്സിലെ കുറച്ച് വേരിയബിൾസിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ ആണല്ലോ? ഏതൊക്കെയാണ് വേരിയബിൾസ്, ഏതൊക്കെയാണ് ടേമുകൾ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ തെർമോഡൈനാമിക്സിനെ കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാം. തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് thermodynamic properties.
ഒന്നാമത്തെ പ്രോപ്പർട്ടി, രണ്ട് പ്രോപ്പർട്ടീസ് ആണുള്ളത്. ഒന്ന് ഇന്റൻസീവ് പ്രോപ്പർട്ടി, അതുപോലെ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്താ പറയുന്നത്, ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കാം. ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ആണ്. എന്തിന് ഇൻഡിപെൻഡന്റ് ആണ്? ഇൻഡിപെൻഡന്റ് ആണ്. ഇൻഡിപെൻഡന്റ് ഓൺ സൈസ് ഓഫ് ദ സിസ്റ്റം. സൈസ് ഓഫ് സിസ്റ്റം. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയോ ഡിപെൻഡന്റ് ആണ്. ഡിപെൻഡന്റ് ആണ്. ഓക്കെ ആണല്ലോ. ഇതിന് എക്സാമ്പിൾ ആണ് ഇത് ടെമ്പറേച്ചർ, പ്രഷർ എന്നിവ. ഇതിന് എക്സാമ്പിൾ ആണ് വോളിയം, മാസ് എക്സെട്ര. ഓക്കെ ആണല്ലോ. എന്താൽപി ഇതൊക്കെ. സോ ഐ ഹോപ്പ് ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെന്ന് കരുതുന്നു. ഓക്കെ ആണല്ലോ. ഫൈൻ. അടുത്ത ടേം ആണ് തെർമോഡൈനാമിക് വേരിയബിൾ. ഒന്നാമത്തെ വേരിയബിൾ ആണ് പാത്ത് ഫംഗ്ഷൻ. എന്താണ്? പാത്ത് ഫംഗ്ഷൻ. പാത്ത് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ it depends on the path, depends on path followed by the system. Depends on path followed by the system. Example, heat, work എന്നിവയാണ്. ഓക്കെ ആണല്ലോ. രണ്ടാമത്തതാണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ. സ്റ്റേറ്റ് ഫംഗ്ഷൻ ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് ആണ്. ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത്. ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത്. എക്സാമ്പിൾ വോളിയം, ടെമ്പറേച്ചർ, okay, pressure, internal energy, etc. Okay, fine. ഇനി നമുക്ക് നോക്കാം. ഹീറ്റ് എന്താ നമുക്കറിയാം. ഹീറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി. ഇറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി വിച്ച് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ഫ്രം വൺ സിസ്റ്റം ടു അനദർ സിസ്റ്റം. ഹീറ്റ് ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞാൽ വർക്ക് നമുക്കറിയാലോ. സിസ്റ്റത്തിന് മറ്റേ അതിന്റെ എനർജി വരുന്ന ആ ചേഞ്ച്. ഓക്കെ, നമുക്ക് നോക്കാം. അടുത്ത ടേം ഏതാ നമുക്ക് പഠിക്കാനുള്ളത്? ഇന്റേണൽ എനർജി. എന്താണ് ഇന്റേണൽ എനർജി നോക്കാം. എന്താണ് ഇന്റേണൽ എനർജി നോക്കാം. ഹീറ്റും വർക്ക് നമുക്കറിയാം. നമുക്ക് ഈ ഇന്റേണൽ എനർജിയെ കുറിച്ച് കൃത്യമായി പഠിക്കാൻ എന്തൊക്കെയാണ്. ഇന്റേണൽ എനർജി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്റേണൽ എനർജി പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എനിക്ക് വേണ്ടത് ഹീറ്റും വർക്കും ഇന്റേണൽ എനർജി റിലേഷൻ ആണ് ഉണ്ടാക്കുന്നത്. അതാണ് നമ്മുടെ ഫസ്റ്റ് ഓഫ് തെർമോഡൈനാമിക്സ്. ഓക്കെ, ഹീറ്റും വർക്ക് നമുക്കറിയാം. ഓക്കെ, ഇന്റേണൽ എനർജി നമുക്ക് നോക്കാം. It is the sum of all energy, sum of all energies, all kind of energies in a system. ഒരു സിസ്റ്റത്തിലുള്ള എല്ലാ തരത്തിലെ എനർജികളെയും കമ്പൈൻഡ് ആയിട്ടുള്ള ടോട്ടൽ എനർജിയെ വിളിക്കുന്ന പേരാണ് ഇന്റേണൽ എനർജി എന്നത്. ഇറ്റ് ഈസ് സം ഓഫ് മോളിക്കുലർ എനർജി. ഇറ്റ് ഈസ് സം ഓഫ് മോളിക്കുലർ കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. അങ്ങനെയും പറയാം. ഇറ്റ് ഈസ് സം ഓഫ് മോളിക്കുലർ കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി എന്നും പറയാം. ഇറ്റ് ഈസ് ദ സം ഓഫ് ഓൾ കൈൻഡ്സ് ഓഫ് എനർജി ഇൻ സിസ്റ്റം ഇൻ എ തെർമോഡൈനാമിക് സിസ്റ്റം. ഓക്കെ ആണല്ലോ. ഞാൻ ഇന്റേണൽ എനർജി ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ. ഇന്റേണൽ എനർജി ഡിപ്പെൻഡ് ചെയ്യുന്നത് ടെമ്പറേച്ചറിനെയാണ്. ഇന്റേണൽ എനർജി കാണാനുള്ള ഇക്വേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്റേണൽ എനർജി കാണാനുള്ള ഇക്വേഷൻ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് എന്ന ടോപ്പിക്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്റേണൽ എനർജി കാണാനുള്ള ഇക്വേഷൻ യു ഇസ് ഈക്വൽ ടു 5/2 RT. 5/2 സോറി F/2 RT. സോറി F/2 RT. F/2 RT. F/2 RT. F എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് ഫ്രീഡം. ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. ഡിഗ്രി ഓഫ് ഫ്രീഡം. സോ ഒരു ഡയോട്ടോമിക് ആകുമ്പോൾ 5/2 RT, ഒരു മോണോട്ടോമിക് ആകുമ്പോൾ 3/2 RT. സോ ഡെൽറ്റ is equal to F/2 R delta T. So delta U is change in internal energy എന്ന് പറയുന്നതും is a function of change in temperature. So Indian energy is a function of temperature. If there is no temperature change, there will not be any Indian energy change. Okay ആണല്ലോ. വർക്ക് ആണല്ലോ ഇക്വേഷൻ നമുക്ക് അറിയില്ലേ? P delta V. അറിയില്ല എല്ലാവർക്കും അറിയുന്ന ഇക്വേഷൻ W is equal to P delta V. ഇനി വർക്കിന്റെ സൈൻ കൺവെൻഷൻസ് നോക്കാം. വർക്കിന്റെ കുറച്ച് സൈൻ കൺവെൻഷൻസ് നോക്കണം. വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം. വർക്ക് ഡൺ by the system. Work done by the system ആണെങ്കിൽ എന്താണ്? Work done
system or combustion, വർക്ക് എന്താണ്? നെഗറ്റീവ് ആണ്. ഇനി ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ആസ് പെർ ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, നമ്മൾ കൊടുക്കുന്ന ഹീറ്റ്, ഒരു സിസ്റ്റത്തിന് ഹീറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഹീറ്റ് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുക? ഹീറ്റ് ഗിവൺ ടു എ സിസ്റ്റം ഈസ് പാർഷ്യലി യൂസ്ഡ് ടു ഇൻക്രീസ് ഇന്റേണൽ എനർജി ആൻഡ് ദ റെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ഡു വർക്ക്. നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് ഡെൽറ്റ ക്യൂ ഉപയോഗിക്കുന്നത് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജിക്കും വർക്ക് ചെയ്യാനുമാണ്. ഓക്കെ ആണല്ലോ? എനിക്ക് ഇങ്ങനെ എഴുതാം, ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. ഓക്കെ ആണോ? സൈൻ കൺവെൻഷൻ നോക്കാം. ഹീറ്റ് ഗിവൺ ടു ദ സിസ്റ്റം, ഹീറ്റ് ഗിവൺ ടു ദ സിസ്റ്റം, ഹീറ്റ് ഗിവൺ ടു ദ സിസ്റ്റം ആണെങ്കിൽ ക്യൂ പോസിറ്റീവ്. ഹീറ്റ് ലിബറേറ്റഡ് ബൈ സിസ്റ്റം ആണെങ്കിൽ ക്യൂ നെഗറ്റീവ്. ഇന്റേണൽ എനർജി ഇൻക്രീസ് ആണെങ്കിൽ ഡെൽറ്റ യു പോസിറ്റീവ്, ഇന്റേണൽ എനർജി ഡിക്രീസ് ആണെങ്കിൽ ഡെൽറ്റ യു നെഗറ്റീവ്, എക്സ്പാൻഷൻ ആണെങ്കിൽ വർക്ക് നെഗറ്റീവ് പോസിറ്റീവ്, കംപ്രഷൻ ആണെങ്കിൽ വർക്ക് നെഗറ്റീവ്. ഇതാണ് സൈൻ കൺവെൻഷൻ. ഈ സൈൻസ് ആണ് നമ്മൾ ഈ ഇക്വേഷനിൽ ഉപയോഗിക്കേണ്ടത്. ഓക്കെ ആണല്ലോ? ഫൈൻ. ഞാൻ കുറച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ വേറെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു, നമ്മുടെ ഹീറ്റ് കപ്പാസിറ്റികളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഏതൊക്കെയാണ് ഹീറ്റ് കപ്പാസിറ്റികൾ? സി പി സി വി. സി പി ബൈ സി വി ഈക്വൽ ടു ഗാമയാണ് നമുക്കറിയാം. സി പി ബൈ സി വി മേസ് ഫോർമുല ആർ ആണെന്നറിയാം. സി വി ഈക്വൽ ടു ആർ ബൈ ഗാമ മൈനസ് 1 ആണെന്നറിയാം. ഇത്രയും കാര്യങ്ങൾ അറിയണം. ഓക്കെ. അപ്പൊ സി പി എന്ത് എഴുതാം? ഗാമ ആർ ഡിവൈഡ് ബൈ ഗാമ മൈനസ് 1 എഴുതാം. സോ ഇത്രയും കാര്യങ്ങൾ അറിയാന്ന് കരുതുന്നു. ഇത് ആവശ്യമുണ്ട്. ഓക്കെ. സി പി എന്ന് പറഞ്ഞാൽ മോളാർ ഹീറ്റ് കപ്പാസിറ്റി കോൺസ്റ്റന്റ് പ്രഷറും സി വി കോൺസ്റ്റന്റ് വോളിയത്തിലുള്ളതും. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് നോക്കാനുള്ളത് കുറച്ച് തെർമോഡൈനാമിക് പ്രോസസ്സുകളാണ്. തെർമോഡൈനാമിക് പ്രോസസ്സ്. ഈ തെർമോഡൈനാമിക് പ്രോസസ്സുകൾ നോക്കുമ്പോൾ ഒന്നാമത്തെ തെർമോഡൈനാമിക് പ്രോസസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഐസോതെർമൽ ആണ്. എന്താണ്? ഐസോതെർമൽ പ്രോസസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഐസോതെർമൽ പ്രോസസ് നോക്കുമ്പോൾ ടി എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ടി ഈസ് എ കോൺസ്റ്റന്റ്. സോ ടി കോൺസ്റ്റന്റ് ആണെങ്കിൽ ഡെൽറ്റ യു എന്തായിരിക്കും? ഞാൻ പറഞ്ഞു, ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു എഫ് ബൈ 2 ആർ ഡെൽറ്റ ടി. ഡെൽറ്റ ടി ഈസ് എ കോൺസ്റ്റന്റ്. ഡെൽറ്റ ടി ഈക്വൽ ടു 0. ടി ഈസ് എ കോൺസ്റ്റന്റ്. സോ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു 0. ഡെൽറ്റ യു 0 ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് മൊത്തം എന്താവും? വർക്കാവും. ഇതാണ് മറ്റേ ഐസോതെർമൽ പ്രോസസ് നടക്കുന്നത്. ഓക്കെ ആണല്ലോ? ഐസോതെർമൽ പ്രോസസ്സിന്റെ ഇക്വേഷൻ നമുക്കറിയാം, പി പ്രൊപ്പോർഷണൽ ടു 1 by v and pv is a constant. Or pv is equal to k. K is a constant. Okay. ഇതാണ് ഐസോതെർമൽ പ്രോസസ്സിന്റെ ഇക്വേഷൻ. ഐസോതെർമൽ പ്രോസസ്സിന്റെ വർക്ക് ആണുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. നോക്കിക്കോളൂ. അത് ഡിറൈവ് ചെയ്യുന്ന എങ്ങനെയാ പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമുക്ക് അറിഞ്ഞോണ്ട് കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ബൈ ഹെഡ് ചെയ്താൽ മതി. ഓക്കെ. Work isothermal is equal to 2.303 nRT log V final minus V initial. ഇതാണ് നമ്മുടെ വർക്ക് ഐസോതെർമൽ. ഓക്കെ. PV is a constant. Work isothermal is equal to 2.303 nRT log V2 by V1 or V final minus V initial. Okay. Whatever. ഐസോകോറിക് പ്രോസസ് ആകുമ്പോൾ V is a constant, V equal to a constant. So P delta V is equal to 0, work is equal to 0, delta Q is equal to delta U, So delta Q is equal to delta U. So heat capacity at constant volume എന്ന് പറയുന്നത് CV അല്ലേ? CV. So എനിക്ക് എന്ത് എഴുതാം? Q is equal to NC delta T എഴുതിക്കൂടെ? NC delta T ആണല്ലോ Q എന്ന് പറയുന്നത്. അത് കോൺസ്റ്റന്റ് വോളിയം ആകുമ്പോൾ NCV delta T ആയിരിക്കും. സോ delta U is equal to NCV delta T. CV എനിക്ക് R by gamma minus എഴുതാം. NR delta T divided by gamma minus 1. ഓക്കെ ആണല്ലോ?
ഇനി ഐസോബാറിക് ആകുമ്പോൾ ഐസോബാറിക്കിന്റെ റിലേഷൻ ജസ്റ്റ് എഴുതിക്കുന്നു. ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ക്യൂ പ്ലസ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു എൻ സി പി ഡെൽറ്റ ടി ആണ് ഐസോബാറിക് ആകുമ്പോൾ ഇസ് ഈക്വൽ ടു എൻ സി വി ഡെൽറ്റ ടി പ്ലസ് പി ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു എൻ ആർ ഡെൽറ്റ ടി. ഓക്കെ, ഇതാണ് ഐസോബാറിക്കില്. നമുക്ക് ഒന്നും അല്ല ഇമ്പോർട്ടൻ, നമുക്ക് വേണ്ടത് മോർ ഇമ്പോർട്ടൻ ഐസോതെർമലും അഡയബാറ്റിക്കും ആണ്. അഡയബാറ്റിക് ആണ് എനിക്ക് വേണ്ടത്. അഡയബാറ്റിക് പ്രോസസ്, അഡയബാറ്റിക് പ്രോസസ്, അഡയബാറ്റിക് പ്രോസസ്, അഡയബാറ്റിക് പ്രോസസ്, അഡയബാറ്റിക് പ്രോസസ്. അഡയബാറ്റിക് പ്രോസസ് നോക്കുമ്പോൾ അഡയബാറ്റിക് പ്രോസസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അഡയബാറ്റിക് പ്രോസസ് സംഭവിക്കുന്നത് എന്താണ്? There is no heat exchange, no heat exchange, no heat exchange. There is no heat exchange between system and surrounding. സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിൽ എന്ത് സംഭവിക്കുന്നില്ല? ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കുന്നില്ല. സിസ്റ്റം ആൻഡ് സറൗണ്ടിങ് തമ്മിൽ ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കുന്നില്ല. So Q is equal to 0. So delta U is equal to minus W. What is this minus W ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ എനർജി കൂടുമ്പോൾ actually what is this minus W ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അഡിയബാറ്റിക് എക്സ്പാൻഷൻ ആകുമ്പോൾ അതായത് വർക്ക് പോസിറ്റീവ് ആകുമ്പോൾ ഇന്ത്യൻ എനർജി കുറയും. ടെമ്പറേച്ചർ കുറയും. വർക്ക് നെഗറ്റീവ് ആകുമ്പോൾ ഇന്ത്യൻ എനർജി കൂടും. ദാറ്റ് മീൻസ് കംപ്രഷൻ സമയത്ത് ഇന്ത്യൻ എനർജി കൂടും, ടെമ്പറേച്ചർ കൂടും. PV is a constant ആയിരുന്നു ഐസോതെർമൽ പ്രോസസ് എങ്കിൽ അഡിയബാറ്റിക് പ്രോസസ്സിൽ PV raised to ഗാമയാണ് ഒരു കോൺസ്റ്റന്റ്. PV raised to ഗാമ is a constant. ഗാമ, ഓക്കെ. PV raised to ഗാമയാണ്. PV raised to ഗാമ is a constant. PV raised to ഗാമ is a constant. എനിക്ക് അപ്പൊ എന്ത് എഴുതാം? TV raised to ഗാമ minus 1 is a constant എഴുതാം. P raised to 1 minus ഗാമ T raised to ഗാമ is a constant എന്ന് എഴുതാം. ഇതാണ് 3 ഇക്വേഷൻസ് ഓഫ് അഡിയബാറ്റിക് പ്രോസസ്സിന്റെ. അഡിയബാറ്റിക് പ്രോസസ്സിൽ വർക്ക് കാണുന്ന ഇക്വേഷൻ ഞാൻ ഡയറക്റ്റ് എഴുതി വെക്കുകയാണ്. അത് കൃത്യമായി അറിഞ്ഞിരിക്കണം. അത് അറിഞ്ഞ ഒരുപാട് ക്വസ്റ്റ്യൻസ് അതുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ. വർക്ക് കാണുന്ന ഇക്വേഷൻ, വർക്ക് അഡിയബാറ്റിക് is equal to NR T initial minus T final divided by gamma minus 1. T initial divided by T final gamma minus 1. Okay. Okay ആണോ? ഓക്കെ ആണെന്ന് വരുന്നു. ഓക്കെ, സോ നോക്ക് NR T initial divided by T final gamma minus 1. ഓക്കെ ആണല്ലോ അല്ലെ? സോ ഇതാണ് അഡിയബാറ്റിക് പ്രോസസ്സിലെ വർക്ക് കാണുന്ന ഇക്വേഷൻ. ഡൗട്ട് ഒന്നും ഇല്ലെന്ന് കരുതുന്നു. ക്ലിയർ ആണെന്ന് കരുതുന്നു. ഒരു കാര്യം കൂടി നോക്കാം. നമുക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബൾക്ക് മോഡുലസ് ഓഫ് ഐസോതെർമൽ പ്രോസസ്. നമ്മുടെ വേവ്സ് ചാപ്റ്റർ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ന്യൂട്ടന്റെ ലോ പ്രകാരം പ്രൊപ്പഗേഷൻ ഓഫ് സൗണ്ട് ത്രൂ എയർ എന്ന് പറയുന്നത് ഐസോതെർമൽ പ്രോസസ് ആണെന്നും അവിടെ ബൾക്ക് മോഡുലസ് വെലോസിറ്റി ബൾക്ക് ഐസോതെർമൽ എടുത്തത് പ്രഷർ ആണ്. സോ അതിന്റെ ലാപ്ലേസ് കറക്റ്റ് ചെയ്തു. ബൾക്ക് മോഡുലസ് ഐസോതെർമൽ, അതായത് പ്രൊപ്പഗേഷൻ സൗണ്ട് ത്രൂ എയർ എന്തല്ല, ഐസോതെർമൽ പ്രോസസ് അല്ല, അതൊരു അഡിയബാറ്റിക് പ്രോസസ് ആണെന്നും അവിടെ ബൾക്ക് അഡിയബാറ്റിക് നമ്മൾ ഗാമ ബി ഒക്കെ ഓർമ്മ ഉണ്ടല്ലോ. So B iso is equal to pressure and B adiabatic is equal to gamma pressure. ഇത് ചോദിക്കാം, ഇത് അറിഞ്ഞിരിക്കണം. ഓക്കെ ആണല്ലോ അല്ലെ? സോ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെന്ന് വരുന്നു. ഇനി സൈക്ലിക് പ്രോസസ് എന്താണെന്ന് നോക്കാം. ഒരു സൈക്ലിക് പ്രോസസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, സൈക്ലിക് പ്രോസസ് നോക്ക്, ഒരു പോയിന്റ് എയിൽ തുടങ്ങി, അത് ബിയിൽ പോയി, അത് സിയിൽ പോയി, അത് ഡിയിലെത്തി, പിന്നെ അത് എക്ക് എത്തി. അതായത് ഒരു തെർമോഡൈനാമിക് സിസ്റ്റം അത് വ്യത്യസ്തമായ സ്റ്റേറ്റിലൂടെ പോയി തിരിച്ച് അതിന്റെ ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് തന്നെ വരുന്നതിനെയാണ് സൈക്ലിക് പ്രോസസ് എന്ന് വിളിക്കുന്നത്. സൈക്ലിക് പ്രോസസ്സിൽ സംഭവിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്താ പറയാ, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, ടോട്ടൽ ഡെൽറ്റ ടി എന്തായിരിക്കും? 0. കാരണം ഇനീഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും സെയിം ആണല്ലോ.
സോ ഡെൽറ്റ യു എന്താണ് 0 ആണ്. സോ ഡെൽറ്റ ക്യു ഇസ് ഈക്വൽ ടു W ആണ് എവിടെ സൈക്ലിക് പ്രോസസ്സിൽ. ഓക്കെ ആണല്ലോ. സോ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെന്ന് കരുതുന്നു. ഓക്കെ. സോ ഇനി നമുക്ക് നമ്മുടെ റിവേഴ്സിബിൾ പ്രോസസ് എന്താണെന്നും ഇറിവേഴ്സിബിൾ പ്രോസസ് എന്താണെന്ന് നോക്കാം. റിവേഴ്സിബിൾ ആൻഡ് ഇറിവേഴ്സിബിൾ പ്രോസസ് എന്താ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നേ ഉള്ളൂ. റിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഇൻഫിനിറ്റ്ലി സ്ലോ പ്രോസസ് ആണ്. ഇറ്റ് ഈസ് എ വെരി സ്ലോ പ്രോസസ് ആണ്. ഇത് ഒരു മെഷറബിൾ ഫാസ്റ്റ് പ്രോസസ് ആണ്. സിസ്റ്റവും സറൗണ്ടിങ് ഇക്വിലിബ്രിയത്തിലായിരിക്കും റിവേഴ്സിബിൾ. എന്നാൽ സിസ്റ്റവും സറൗണ്ടിങ് ഇക്വിലിബ്രിയത്തിൽ എത്തില്ല എവിടെ റിവേഴ്സിബിൾ ആകുമ്പോൾ. it takes place in both forward and backward direction. എവിടെ it takes place in both forward and backward directionലാണ് സംഭവിക്കുന്നത് ഏത് റിവേഴ്സിബിൾ പ്രോസസ്. എന്നാൽ ഒറ്റ ഡയറക്ഷനിൽ മാത്രമാണ് ഈ റിവേഴ്സിബിൾ പ്രോസസ് സംഭവിക്കുക. ഓക്കെ, ഓൺലി ഇൻ വൺ ഡയറക്ഷനിലാണ് ഇറിവേഴ്സിബിൾ പ്രോസസ് സംഭവിക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ. റിവേഴ്സിബിൾ പ്രോസസ് നോക്കുമ്പോൾ നമുക്ക് ഒരു എക്സ്റ്റേണൽ ആയിട്ട് ഒരു എക്സ്ട്രാ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല സിസ്റ്റത്തിനെ ബാക്ക് ടു അതിന്റെ നോർമൽ എത്തിക്കാൻ. പക്ഷേ റിവേഴ്സിബിൾ പ്രോസസിന്റെ കേസിൽ നമ്മൾ എന്തെങ്കിലും എക്സ്ട്രാ ചേഞ്ചുകൾ കൊടുത്താൽ മാത്രമേ അത് അതിന്റെ ബാക്ക് ടു ദ ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് വരുള്ളൂ. ഓക്കെ ആണോ? അതുപോലെ ഇതൊരു ഐഡിയൽ പ്രോസസ് ആണ്. റിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറയുന്നത് ഒരു ഐഡിയൽ പ്രോസസ് ആണ്. റിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറയുന്നത് ഒരു ഐഡിയൽ പ്രോസസ് ആണ്. ഇതൊരു റിയൽ പ്രോസസ് ആണ്. നമ്മൾ റിയൽ വേൾഡ് സംഭവിക്കുന്ന പ്രോസസ്സുകളാണ് ഏത് ഇറിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ. സോ ഇത്രയും കാര്യങ്ങളാണ് റിവേഴ്സിബിൾ പ്രോസസ് സംഭവിക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെന്ന് കരുതുന്നു. അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു ഒന്നുകൂടി നോക്കാം. സീറോത്ത് ലോ എന്താന്ന് പറഞ്ഞു, അത് ടെമ്പറേച്ചറും ഹീറ്റും അതുപോലെ ടെമ്പറേച്ചറിന്റെയും ഹീറ്റിന്റെയും അതുപോലെ ഇന്റർകൺവേർഷൻ ഓഫ് ഹീറ്റ് ഇൻ ടു വേരിയസ് ഫോംസ് ഇതിനെ കുറിച്ചുള്ള ഫിസിക്സിന്റെ ബ്രാഞ്ച് ആണ് തെർമോഡൈനാമിക്സ്. അതുപോലെ സീറോത്ത് ലോ എന്താന്ന് പറഞ്ഞു, തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞ് തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് ആയിട്ട് ഇന്റൻസീവ് പ്രോപ്പർട്ടി എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി എന്താന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പാത്ത് ഫംഗ്ഷൻ എന്താന്ന് പറഞ്ഞു. ഡിപ്പെൻഡ്സ് ഓൺ പാത്ത് ആൻഡ് ഡിപ്പെൻഡ് ചെയ്താണ് പാത്ത് ഫംഗ്ഷൻ. ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് ആണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ. ഓക്കെ ആണല്ലോ. വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം പോസിറ്റീവ്, വർക്ക് ഡൺ ഓൺ സിസ്റ്റം നെഗറ്റീവ് ആണ്. ഓക്കെ ആണല്ലോ. ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് സം ഓഫ് ഓൾ കൈൻഡ് ഓഫ് എനർജി ഇൻ സിസ്റ്റം ആണ്. ഇന്റേണൽ എനർജി കാണുന്ന ഇക്വേഷൻ F/2 R10. F എന്ന് പറഞ്ഞ ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. ഡെൽറ്റ ആണ്. ഓക്കെ ആണോ? സോ ഓക്കെ. സോ എന്താ സംഭവിക്കുന്നത്? ഡെൽറ്റ യു എന്ന് പറയുന്നത് F/2 ഡെൽറ്റ ഞാൻ പറഞ്ഞു. ഓക്കെ. അതുപോലെ ഒരു കാര്യം, ടെമ്പറേച്ചറിനെ മാത്രമാണ് ഇന്റേണൽ എനർജി ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ. ടെമ്പറേച്ചർ മാറിയിട്ടില്ലെങ്കിൽ ഇന്റേണൽ എനർജി മാറത്തില്ല. ഓക്കെ ആണല്ലോ. ഫസ്റ്റ് ഓഫ് തെർമോഡൈനാമിക്സ് പറയാം. ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡബ്ല്യു, ഡെൽറ്റ ക്യൂ പ്ലസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി, ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. ഓക്കെ. അതിൽ സൈൻ കൺവെൻഷൻ നമ്മൾ പഠിച്ചു. ക്യൂ പോസിറ്റീവ് ആവുന്നത് ഹീറ്റ് ഗിവൺ ടു സിസ്റ്റം പോസിറ്റീവ്, ഹീറ്റ് ഗിവൺ ടു ദ ഹീറ്റ് ലിബറേറ്റഡ് ബൈ സിസ്റ്റം ക്യൂ നെഗറ്റീവ്. ഡെൽറ്റ യു പോസിറ്റീവ് ആവണമെങ്കിൽ ഡെൽറ്റ യു ഇന്റേണൽ എനർജി ഇൻക്രീസസ്, ഡെൽറ്റ യു പോസിറ്റീവ്. ഇന്റേണൽ എനർജി decreases, delta U negative. Expansion or work done by system, work positive. Compression or work done on system or compression negative. Work done by the system or expansion positive. So next one, CP CV gamma relations നമുക്ക് അറിയാം. CP by CV is equal to gamma, CP minus CV is equal to R, CV is equal to R divided by gamma minus 1, CP is equal to gamma R divided by gamma minus 1. തെർമോഡൈനാമിക് പ്രോസസ്സുകൾ, ഐസോതെർമൽ പ്രോസസ്സുകൾ നോക്കി, അഡിയബാറ്റിക് പ്രോസസ്സുകൾ നോക്കി. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെന്ന് കരുതുന്നു. അഡിയബാറ്റിക് പ്രോസസ്സിൽ ഹീറ്റ് എക്സ്ചേഞ്ച് സംഭവിക്കുന്നില്ല. സോ PV
to gamma is a constant, v raised to gamma minus 1 is a constant, p raised to 1 minus gamma, t raised to gamma is a constant. Work adiabatic is equal to nRT initial minus T final divided by gamma minus 1. Iso is pressure, B adiabatic is equal to gamma pressure. Cyclic process delta U is equal to 0, delta Q is equal to W. Okay ആണോ? Okay ആണോ? Okay ആണോ? Next is heat engine. Heat engine പഠിക്കുന്നതിന് മുമ്പ്, heat engine അറിയുന്നതിന് മുമ്പ് നമുക്ക് വേറൊരു കുറച്ച് കാര്യം അറിയണം. That is our second law of thermodynamics. That is the second law of thermodynamics. Second law of thermodynamics. Second law of thermodynamics. Second law of thermodynamics. രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ്. ഒന്നാമത്തേതാണ് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ്. കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? അതായത് ഒരു പ്രോസസ് സംഭവിക്കില്ല. അതായത് നമുക്ക് ഹീറ്റ് കൊടുത്തിട്ട് നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് മൊത്തം കംപ്ലീറ്റ്ലി വർക്കാക്കാൻ പറ്റില്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു കൺവേർട്ട് ദ എൻറ്റയർ ഹീറ്റ് ദാറ്റ് വി ആർ ഗിവിംഗ് ടു ദ സിസ്റ്റം ടു ചേഞ്ച് ഇൻ ടു വർക്ക്. നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് മൊത്തം ഒരു സിസ്റ്റത്തിൽ കൊടുത്തിട്ട് അതിനെ കൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. അതായത് നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് മൊത്തം വർക്കായി കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. ദർ മസ്റ്റ് ബി ഹീറ്റ് ലോസ് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ എങ്ങനെ പറയാം? ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു കൺസ്ട്രക്ട് ആൻ എഞ്ചിൻ വിത്ത് 100% എഫിഷ്യൻസി. 100% എഫിഷ്യൻസി ഉള്ള ഒരു എഞ്ചിൻ ഉണ്ടാക്കാൻ പറ്റില്ല. അതായത് നോ പ്രോസസ് ഈസ് പോസിബിൾ ഹൂസ് sole result is absorption of heat from the reservoir and complete conversion of heat to work. നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് മൊത്തം എന്താക്കാൻ പറ്റില്ല, വർക്ക് ആക്കാൻ പറ്റില്ല. there must be heat loss will be there. And Kelvin Planck സ്റ്റേറ്റ്മെന്റിന്റെ ബേസ് ചെയ്തിട്ടാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്? ഹീറ്റ് എഞ്ചിൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് ആണ്. ക്ലോസി സ്റ്റേറ്റ്മെന്റ് ആണ് രണ്ടാമത്തത്. ഓക്കെ ആണല്ലോ? എന്താണ് ക്ലോസി സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു നോക്കുക. No process is possible whose sole result is transfer of heat from cooler object to hotter object without the aid of external work. അതായത് ഇതാണ് കൂളർ ഒബ്ജക്റ്റ്, ഇതാണ് ഹോട്ടർ ഒബ്ജക്റ്റ്. കൂളർ ഒബ്ജക്റ്റിൽ നിന്ന് ഹോട്ടർ ഒബ്ജക്റ്റിലേക്ക് നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. എങ്ങനെ? വിത്തൗട്ട് ദ എയ്ഡ് ഓഫ് വിത്തൗട്ട് എയ്ഡ് ഓഫ് എക്സ്റ്റേണൽ വർക്ക്. ഒരു എക്സ്റ്റേണൽ വർക്കിന്റെ സഹായം ഇല്ലാതെ നമുക്ക് ഒരിക്കലും കൂളർ ഒബ്ജക്റ്റിൽ നിന്ന് ഹോട്ടർ ഒബ്ജക്റ്റിലേക്ക്, ഹോട്ടർ റിസർവോയറിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ടു ട്രാൻസ്ഫർ ഹീറ്റ് ഫ്രം കൂളർ റിസർവോയർ ടു ഹോട്ടർ റിസർവോയർ വി ഷുഡ് ഗീവ് ആൻ എക്സ്റ്റേണൽ വർക്ക്. എന്നാൽ മാത്രമേ സംഭവിക്കുള്ളൂ. ആൻഡ് ക്ലോസ് സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ബേസ് ചെയ്തിട്ടാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്? റെഫ്രിജറേറ്റർ. ഓക്കെ. നമുക്ക് നമ്മുടെ ഹീറ്റ് എഞ്ചിൻ നോക്കാം. ഹീറ്റ് എഞ്ചിന്റെ ഒരു ഹോട്ട് റിസർവോയറും ഒരു കോൾഡ് റിസർവോയറും ഒരു വർക്കിംഗ് സബ്സ്റ്റൻസ്. ഹോട്ട് റിസർവോയർ. ഓക്കെ. ഹോട്ട് റിസർവോയറിൽ നിന്ന് Q1 ഹീറ്റ് കിട്ടി. W വർക്കിംഗ് സബ്സ്റ്റൻസ് വെച്ചിട്ട് നമ്മുടെ ഹീറ്റ് എഞ്ചിൻ ചെയ്തു. ഓക്കെ ആണോ? എന്നിട്ട് Q2 ഹീറ്റ് കോൾഡ് റിസർവോയറിലേക്ക് കൊടുത്തു. ഇതാണ് ഹീറ്റ് എഞ്ചിന്റെ വർക്കിംഗ് മെക്കാനിസം. ഔട്ട്പുട്ട് വർക്കാണ്. ഇൻപുട്ട് Q1 ആണ്. സോ നമുക്ക് ഹീറ്റ് എഞ്ചിന്റെ എഫിഷ്യൻസി എങ്ങനെ കാണാം? എഫിഷ്യൻസി ഈറ്റ എന്ന് ഞാൻ വിളിച്ചു. അതിന്റെ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണല്ലോ.
ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണല്ലോ. ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വർക്കാണ്, ഇൻപുട്ട് Q1 ആണ്. ഔട്ട്പുട്ട് ഇസ് ഈക്വൽ ടു വർക്കാണ്. വർക്ക് ഇസ് ഈക്വൽ ടു Q1 മൈനസ് Q2 അല്ലേ? അതെ. Q1 മൈനസ് Q2 ഡിവൈഡ് ബൈ Q1 അല്ലേ? ഇസ് ഈക്വൽ ടു 1 മൈനസ് Q2 ബൈ Q1 അല്ലേ? 1 മൈനസ് T2 ഡിവൈഡഡ് ബൈ T1. ഇതാണ് ഔട്ട്പുട്ട്. ഇതാണ് ഈറ്റ് കാണുന്ന ഇക്വേഷൻ. ഈറ്റ് കാണുന്ന ഇക്വേഷൻ. ഓക്കെ ആണല്ലോ. കാർനോട്ട് എഞ്ചിന്റെ കേസ് എടുക്കാം. കാർനോട്ട് എഞ്ചിൻ എന്ന് പറയുന്നത് ഐഡിയൽ എഞ്ചിനാണ്. ഐഡിയൽ എഞ്ചിനാണ്. ഐഡിയൽ എഞ്ചിനാണ്. Q1 ബൈ Q2 ഈസ് ഈക്വൽ ടു T1 ബൈ T2 ആകും. T2 ആകും. കാർനോട്ട് എഞ്ചിന്റെ കേസിൽ ഓക്കെ, ഞാൻ ഇവിടെ താഴത്ത് എഴുതാം. കാർനോട്ട് എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു ഐഡിയൽ ഹീറ്റ് എഞ്ചിനാണ്. ഐഡിയൽ ഹീറ്റ് എഞ്ചിനാണ്. ഐഡിയൽ ഹീറ്റ് എഞ്ചിനാണ്. ഐഡിയൽ ഹീറ്റ് എഞ്ചിനാണ്. കാർനോട്ട് എഞ്ചിൻ എന്ന് പറയുന്നത് ഐഡിയൽ ഹീറ്റ് എഞ്ചിനാണ്. കാർനോട്ട് എഞ്ചിൻ ഒരു ഐഡിയൽ ഹീറ്റ് എഞ്ചിനാണ്. ഓക്കെ, അതൊരു റിവേഴ്സിബിൾ എഞ്ചിനാണ്. ഓപ്പറേറ്റിംഗ് ഇൻ ടു ഓക്കെ, അതൊരു തിയറട്ടിക്കൽ എഞ്ചിനും കൂടിയാണ്. തിയറട്ടിക്കൽ എഞ്ചിനാണ്. ഇവിടെ നടക്കുന്ന 4 പ്രോസസ്സുകൾ ഏതൊക്കെയാണെന്ന് അറിയണം. 4 പ്രോസസ്സുകൾ സംഭവിക്കുന്നുണ്ട്. 4 പ്രോസസ് സംഭവിക്കുന്നുണ്ട്. ഒന്നാമത്തെ പ്രോസസ്സാണ് ഐസോ തെർമൽ എക്സ്പാൻഷൻ. സൈക്ലിക് പ്രോസസ്സുകളാണ്. ഐസോ തെർമൽ എക്സ്പാൻഷൻ. രണ്ടാമത്തത് അഡയബാറ്റിക് എക്സ്പാൻഷൻ. അഡയബാറ്റിക് എക്സ്പാൻഷൻ. അഡയബാറ്റിക് എക്സ്പാൻഷൻ. മൂന്നാമത്തത് ഐസോതെർമൽ കംപ്രഷൻ. ഐസോതെർമൽ കംപ്രഷൻ. ഐസോതെർമൽ കംപ്രഷൻ. നാലാമത് അഡയബാറ്റിക് കംപ്രഷൻ. ഈ പ്രോസസ്സുകളാണ് സംഭവിക്കുന്നത്. ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഏതൊക്കെയാണ് 4 സൈക്കിൾ, ഏതൊക്കെ സൈക്കിൾ പ്രോസസ്സിലുള്ള 4 പ്രോസസ്സുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാം. ഓക്കെ, ഗ്രാഫ് ഇങ്ങനെയാണ് വരിക. ഓക്കെ, isothermal expansion, adiabatic expansion, isothermal compression, adiabatic compression. ഓക്കെ ആണല്ലോ. പി വി ഗ്രാഫ് ആണ്. പി വി ഗ്രാഫ് ആണ്. പി വി ഗ്രാഫ്. സോ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെന്ന് കഴിഞ്ഞ് നമുക്ക് റെഫ്രിജറേറ്റർ എന്താ നോക്കാം. റെഫ്രിജറേറ്റർ. ഞാൻ കുറച്ച് വൃത്തി ചെയ്ത് തരാം. ക്ലിയർ ആയി നോക്കൂ. ഇതാണ് ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡയബാറ്റിക് എക്സ്പാൻഷൻ, isothermal compression, adiabatic compression. PV graph. PV diagram. ഓക്കെ ആണല്ലോ. ഓക്കെ ആണല്ലോ. ഓക്കെ ആണല്ലോ. സോ റെഫ്രിജറേറ്റർ. റെഫ്രിജറേറ്റർ സംഭവിക്കുന്നത് ഒരു കോൾഡ് റിസർവോയർ ആണ്. സോറി, ഞാൻ ഇവിടെ പറയാൻ പറഞ്ഞ സംഭവം. ഹീറ്റ് എഞ്ചിൻ. ഇവിടുത്തെ ടെമ്പറേച്ചർ T2, ഇത് T1. ഓക്കെ, സോ റെഫ്രിജറേറ്ററിന്റെ T2 എന്നൊരു കോൾഡ് ടെമ്പറേച്ചറിൽ നിൽക്കുന്ന കോൾഡ് റിസർവോയറിൽ നിന്നും നമ്മൾ Q1 ഹീറ്റ് ആണ് നമുക്ക് Q2 ഹീറ്റ് ആണ് നമുക്ക് റിമൂവ് ചെയ്യേണ്ടത്. Q2 ഹീറ്റ് റിമൂവ് ചെയ്യണം. ഒരു വർക്കിംഗ് സബ്സ്റ്റൻസ് ഉപയോഗിക്കുന്നുണ്ട്. എങ്ങോട്ടാണ്? ഒരു ഹോട്ട് റിസർവോയറിലേക്ക്. ഓക്കെ ആണോ? ഹോട്ട് റിസർവോയറിലേക്ക് നമ്മള്
അതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന വർക്കാണ് ഡബ്ല്യു. എക്സ്റ്റേണൽ വർക്കാണ് ഡബ്ല്യു. എക്സ്റ്റേണൽ വർക്കായി ഡബ്ല്യു കൊടുത്തിട്ട് Q2 ഹീറ്റ് കോൾഡ് റിസർവോയറിൽ നിന്നും റിമൂവ് ചെയ്യുന്നു. അതാണ് റെഫ്രിജറേറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ബേസ്ഡ് ഓൺ ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ്. എന്നിട്ടൊരു നെറ്റ് ഹീറ്റ് ആയിട്ടുള്ള Q1 ആണ് എവിടേക്ക് കൊടുക്കുന്നത്, ഹോട്ട് റിസർവോയർക്ക്. റിവേഴ്സ് ഓഫ് ഹീറ്റ് എഞ്ചിൻ. ഓക്കെ, സോ ഇവിടെ ഞാൻ അവിടെ ഈറ്റ മറ്റേ എഫിഷ്യൻസി പറഞ്ഞ പോലെ ഇവിടെ ഉള്ള ടേമാണ് ബീറ്റ കോഎഫിഷ്യൻ. അത് ഇത് ബീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് ആണ്. കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ്. ഓക്കെയാണ്. ബീറ്റ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് Q2 ആണ്. അവിടെ ഇൻപുട്ടോ നമ്മൾ കൊടുത്തത് W ആണ്. W അറിയാം, Q1 മൈനസ് Q2 ആണല്ലോ. So beta is equal to Q1 minus Q2, which is equal to T1 minus T2. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. ബീറ്റ കാണാൻ T2 divided by T1 minus T2. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാം. ഒരു റെഫ്രിജറേറ്ററിനെ ഒരു ഹീറ്റ് എഞ്ചിൻ ആക്കുമ്പോൾ അതിന്റെ ഈറ്റ കാണാൻ എങ്ങനെയാണ്? അപ്പൊ ബീറ്റ ഈറ്റ റിലേഷൻ കാണണം. ബീറ്റ ഈറ്റ റിലേഷൻ beta is equal to 1 minus eta divided by eta. So next. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 1 mole of an ideal gas expands at an constant temperature of 300 Kelvin from an initial volume of 10 liter to a final volume of 20 liter. The work done in expanding the gas. Okay ആണല്ലോ. വർക്ക് ഐസോതെർമൽ കാണാനുള്ള ഇക്വേഷൻ ഞാൻ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ വർക്ക് ഐസോതെർമൽ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? വർക്ക് ഐസോതെർമൽ കാണാനുള്ള ഇക്വേഷൻ 2.303 nRT log V final minus V initial ആണല്ലോ. ഇവിടെ കൊടുക്കുക. വർക്ക് ഐസോ 2.303 N1 R 8.3 temperature 300 into 2.3 nRT log V final എത്രയാണ്? 20 divided by 10. 2.303 into 8.31 into 300 into 0.3. 0.3 എന്താ? log V2 by V1 log 2. log 2.3. So 1728. Okay ആണല്ലോ. Fine. The amount of work done in an adiabatic process. The amount of work done in an adiabatic expansion from the temperature T to T1. Adiabatic work കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? Adiabatic work കാണാനുള്ള ഇക്വേഷൻ NR T initial minus T final divided by gamma minus 1. ഓക്കെ ആണല്ലോ. ഇവിടെ n എന്നിട്ടില്ല, അപ്പൊ n നമുക്ക് 1 എടുക്കാം. സോ R into T initial എത്രയാണ്? T minus T final T1 divided by gamma minus 1. So option B. A gas for which gamma is equal to 1.5. ഒരു ഗ്യാസ് തന്നിട്ടുണ്ട്, അതിന്റെ ഗാമ എന്ന് പറയുന്നത് 1.5 ആണ്. Suddenly compressed to 1/4 of the initial volume. The ratio of final to initial pressure is. The ratio of final to initial pressure is. നോക്ക് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു, അഡിയബാറ്റിക് പ്രോസസ്സിൽ അവരെന്ത് ചെയ്യില്ല. അഡിയബാറ്റിക് പ്രോസസ്സിന്റെ